എപ്പോഴും പ്രശ്നങ്ങൾ മാറ്റുന്നതല്ല ദൈവത്തിന്റെ സൊല്യൂഷൻ. ചില പ്രശ്നങ്ങളിൽ കൂടി നിങ്ങളെ കടത്തിവിടുന്നതും എന്റെ ദൈവത്തിന്റെ സൊല്യൂഷന്. ചില പ്രശ്നങ്ങൾ അനുവദിക്കുന്നതും എന്റെ ദൈവത്തിന്റെ സൊല്യൂഷന്. എന്റെ കോട്ടേജ് മീറ്റിംഗിൽ നമ്മൾ പറഞ്ഞതുപോലെ തീ മാറ്റുന്നതായിരുന്നില്ല ദൈവത്തിന്റെ പ്രവൃത്തി. ആ തീയിൽ നിന്ന് അവരെ പുറത്തെത്തിക്കുന്നതായിരുന്നെങ്കിൽ ഈ പകലിൽ പറ, ദൈവം അനുവദിക്കുന്ന തീ എന്റെ നല്ലതിനാ, ദൈവം അനുവദിക്കുന്ന രോഗം എന്റെ നല്ലതിനാ, ദൈവം അനുവദിക്കുന്ന തിന്മകൾ എന്റെ നല്ലതിനാ. ഇത് കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങുമ്പോൾ യോബ് പറഞ്ഞതുപോലെ അവൻ എന്നെ ശോധന ചെയ്താൽ ഞാൻ ഇതിന് പുറത്ത് പൊന്നുപോലെ വരും. ഈ ശോധന എന്റെ നാശത്തിനല്ല, ഈ ശോധന എന്റെ തകർച്ചയ്ക്കല്ല. ഈ ശോധനയ്ക്കും അപ്പുറത്ത്, ഈ ശോധനയ്ക്കും അപ്പുറത്ത് ഞാൻ അവന്റെ മുഖം കാണും. ഈ ലോകത്തിലെ ആരുടെ മുഖങ്ങൾ എനിക്ക് മറച്ചാലും, കണ്ടിട്ടും കാണാത്തതുപോലെ ആരൊക്കെ പോയാലും, മൈൻഡ് ചെയ്യാതെ ആരൊക്കെ ഇരുന്നാലും പേടിക്കണ്ട. നമ്മൾ കാണാൻ പോകുന്ന മുഖം അത് തേജസ്സേറിയ ഒരു മുഖമാ. അന്ന് വേദനകൾ മാറിപ്പോകും, രോഗങ്ങൾ തീർന്നു പോകും, ദുഃഖങ്ങൾ പിന്നെ ഓർക്കത്തില്ല. സകല വേദനകളെയും വിസ്മരിക്കുന്ന, സകല വേദനകളെയും മറന്നു പോകുന്ന ശ്രേഷ്ഠമേറിയ ഒരു പ്രത്യാശയുള്ളവർ ചേർന്ന് പറ, നിത്യ തേജസ്സിന്റെ ആ കനമോർക്കുമ്പോൾ ലഘുനേരത്തേക്കുള്ള ഈ സങ്കടം സാരമില്ലെന്നേ, ഇത് സാരമില്ലെന്നേ. കാരണം എന്താണെന്നറിയോ, ഇത് ലഘുനേരവും അത് നിത്യവുമാണ്, ഇത് അല്പകാലവും അത് നീണ്ടു